മമ്മൂട്ടിയെ മോഹൻലാലിനെ ഞാനൊരു വിമർശിക്കുകയല്ല, മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ കലാകേരളം കണ്ട ഏറ്റവും മഹാന്മാരായ കലാകാരന്മാരാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് ഒരു സമൂഹത്തിൽ കലാകാരന് ചെറിയൊരു ബാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പം ഞാനടക്കം അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കുണ്ട് ബാധ്യത. പ്രത്യേകിച്ചും ഒരു ഐക്കൺ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സ്ഥാപിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ സമൂഹത്തിനോട് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പിന്നോട്ട് പോകും, അല്ലെങ്കിൽ അതുപോലുള്ള കലാകാരന്മാർ പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു പക്ഷേ അത് മറ്റു ഭാഷകളിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ ഉദാഹരണം പറയാം. മമ്മൂട്ടിയും മോഹൻലാലിനേക്കാളും വലിയ ഒരു പക്ഷേ താരങ്ങളെന്ന് പറയാവുന്ന ആൾക്കാരാണ് രജനീകാന്തും കമലഹാസനും ഒക്കെ. ഇവരാരും പരസ്യ സിനിമയിൽ അഭിനയിച്ച് നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രജനീകാന്ത് അഭിനയിച്ച ഒരു പരസ്യ ചിത്രമെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. കാരണം അതെൻ്റെ ജോലിയല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം അപ്പോൾ പറയും പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നത് അഭിനയമല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതെൻ്റെ ജോലിയല്ല. എൻ്റെ ജോലി ക്യാമറയ്ക്ക് മുമ്പിൽ സിനിമയ്ക്ക് വേണ്ടി, ഒരു കഥയ്ക്ക് വേണ്ടി കഥാപാത്രമാകുന്നതാണ് എൻ്റെ ജോലി എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം അവിടുത്തെ സൂപ്പർ താരങ്ങൾക്കുണ്ട്. ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് അതില്ല എന്നുള്ളതാണ് തകരാറ്. പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷേ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതും പണത്തിന് വേണ്ടി. പക്ഷേ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ കച്ചവട സാധ്യതകൾക്ക് വേണ്ടി ഒരു ഐക്കൺ നിന്ന് കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദോഷം അവിടെയാണ്. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു, ചിലപ്പോഴെങ്കിലും ഒരു പരസ്യം നമ്മളുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ പരസ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലബാർ ഗോൾഡിൻ്റെ പരസ്യത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നു. രാവിലെ അദ്ദേഹം പറയുന്നു നിങ്ങൾ സ്വർണം വാങ്ങണമെന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത പരസ്യത്തിൽ അദ്ദേഹം പറയുന്നു, മണപ്പുറം ഗോൾഡ് ലോണിൻ്റെ പരസ്യത്തിൽ പറയുന്നു ആ സ്വർണം കൊണ്ട് പണയം വെക്കാൻ. ഈ വാങ്ങിച്ച സ്വർണം കൊണ്ട് പണയം വെക്കാനാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മറ്റൊരു പരസ്യത്തിൽ അദ്ദേഹം പറയുന്നു വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. ആ പണയം വെച്ച കാശ് കൊണ്ട് കള്ളുടിക്കാൻ. ഇതാണ് അദ്ദേഹം അഭിനയിച്ച പരസ്യങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇവരുടെ ഇത്തരം പ്രവൃത്തികളെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ടി വരുന്നത്.